വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ജോഷുവയുടെ പുസ്തകം 23-ാം അധ്യായം. ഇസ്രായേലിന് അവരുടെ ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്നെല്ലാം കർത്താവ് സ്വസ്ഥത നൽകിയിട്ട് ഏറെക്കാലം പിന്നിട്ടു. ജോഷുവ പ്രായമേറിയ വൃദ്ധനായി. ജോഷുവ ഇസ്രായേൽ മുഴുവനെയും അതിൻ്റെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ഞാൻ വൃദ്ധനായിരിക്കുന്നു, പ്രായമേറിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് മുൻപിൽ വെച്ച് ഈ ജനതകളോട് മുഴുവൻ ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. തീർച്ചയായും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. നോക്കൂ, ജോർദാൻ മുതൽ സൂര്യാസ്തമന ദിക്കിൽ മഹാസമുദ്രം വരെ ഞാൻ വിച്ഛേദിച്ച എല്ലാ ജനതകളിൽ നിന്നും അവശേഷിക്കുന്ന ഈ ജനതകളെ നിങ്ങളുടെ ഗോത്രങ്ങളനുസരിച്ചുള്ള അവകാശത്തിലേക്ക് നിങ്ങൾക്കായി ഞാൻ നറുക്കിട്ടെടുത്ത് തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓടിക്കും. നിങ്ങളുടെ മുൻപിൽ നിന്ന് അവിടുന്ന് അവരെ നിഷ്കാസനം ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച് അവരുടെ ദേശം നിങ്ങൾ കൈവശപ്പെടുത്തും. ആകയാൽ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പാലിക്കുവാനും അനുവർത്തിക്കുവാനും നിങ്ങൾ അതീവം പ്രാപ്തരാകണം. അതിൽ നിന്ന് ഇടംബലം വ്യതിചലിക്കാതിരിക്കുവാൻ വേണ്ടി ഈ ജനതകളുമായി നിങ്ങളോടൊത്ത് അവശേഷിക്കുന്ന ഇവരുമായി സമ്പർക്കത്തിലാകാതിരിക്കുവാനാണിത്. നിങ്ങൾ അവരുടെ ദേവന്മാരുടെ നാമത്തിൽ സ്മരണയുണർത്തരുത്, ആണയിടാൻ ഇടയാകുകയുമരുത്, അവയെ സേവിക്കരുത്, അവയ്ക്ക് ആരാധന അർപ്പിക്കുകയുമരുത്. മറിച്ച് ഇന്ന് വരെ ചെയ്തിരുന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ ചേർന്നിരിക്കണം. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിന്ന് വലിയവരും ശക്തരുമായ ജനതകളെ നിഷ്കാസനം ചെയ്തു. നിങ്ങളുടെ മുൻപിലാകട്ടെ ഇന്ന് വരെ ഒരുവനും ചെറുത്തു നിന്നിട്ടില്ല. നിങ്ങളിൽ നിന്നൊരാൾ 1000 പേരെ ഓടിക്കും. കാരണം ദൈവമായ കർത്താവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്ന് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുവാൻ നിങ്ങളേറെ ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം. എന്തെന്നാൽ നിങ്ങൾ ശാഠ്യത്തോടെ പിന്തിരിഞ്ഞ് നിങ്ങളോടൊപ്പം അവശേഷിച്ചിരിക്കുന്ന ഇവരോട്, ഈ ജനതകളുടെ ശിഷ്ടഭാഗത്തോട് ഒട്ടിച്ചേരുകയും അവരുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയും അങ്ങനെ നിങ്ങൾ അവരിലേക്കും അവർ നിങ്ങളിലേക്കും ചെന്നെത്തുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ തുടർന്നും നിഷ്കാസനം ചെയ്യുകയില്ല എന്ന് ഞങ്ങൾ തീർച്ചയായും അറിയും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശിഷ്ടമായ ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ നശിക്കും വരെ അവർ നിങ്ങൾക്ക് കെണിയും കൊടുക്കും, നിങ്ങളുടെ പാർശ്വങ്ങളിൽ ചാട്ടയും കണ്ണുകളിൽ മുള്ളുകളുമായി തീരും. ഇതാ, സാർവജനീന മാർഗത്തിൽ ഞാനും ഇന്ന് പോകുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ളതെല്ലാം സദ്വചനങ്ങളിൽ നിന്ന് ഒരു വാക്കുപോലും പാഴായിട്ടില്ലെന്ന് പൂർണ്ണ ഹൃദയം കൊണ്ടും പൂർണ്ണ ആത്മാവ് കൊണ്ടും നിങ്ങൾക്കറിയാമല്ലോ. എല്ലാം നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി. അതിൽ നിന്ന് ഒരു വാക്കും പാഴായില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് പ്രസ്താവിച്ച ഓരോ സദ്വചനങ്ങളും നിങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായതെങ്ങനെയോ അങ്ങനെ തന്നെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തന്ന വിശിഷ്ടമായ മണ്ണിൽ നിന്ന് നിങ്ങളെ നശിപ്പിക്കുന്നതുവരെ ഓരോ ദുഷ്കാര്യവും കർത്താവ് നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുശാസിച്ചിട്ടുള്ള തൻ്റെ ഉടമ്പടി നിങ്ങൾക്ക് ലംഘിക്കുമ്പോൾ നിങ്ങൾ പോയി അന്യദേവന്മാരെ സേവിക്കുകയും അവർക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് നൽകിയ വിശിഷ്ടമായ ദേശത്ത് നിന്ന് നിങ്ങൾ ഞൊടിയിടയിൽ നശിക്കുകയും ചെയ്യും. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം. ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശെഖേമിലേക്ക് ഒന്നിച്ചു കൂട്ടി. ഇസ്രായേൽക്കാരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണിമാരെയും അവൻ ക്ഷണിച്ചു വരുത്തി. അവർ കർത്താവിൻ്റെ മുൻപിൽ സന്നിഹിതരായി.
ജോശുവ ജനം മുഴുവനോടുമായി പറഞ്ഞു, ഇസ്രായേലിലെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, പൂർവകാലത്ത് നിങ്ങളുടെ പിതാക്കന്മാർ അബ്രാഹത്തിൻ്റെ പിതാവായ തേരാഹും നാഹോറിൻ്റെ പിതാവും നദിക്കക്കരെ താമസിച്ചിരുന്നു. അവർ മറ്റു ദേവന്മാരെയാണ് സേവിച്ചിരുന്നത്. അബ്രാഹത്തെ, നിങ്ങളുടെ പിതാവിനെ, ഞാൻ നദിയുടെ മറുകരെ നിന്നെടുത്ത് കാനാൻ ദേശം മുഴുവനിലും അവരെ നടത്തി. അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിച്ചു. ഞാൻ അവന് ഇസഹാക്കിന് നൽകി. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏസാവിനെയും കൊടുത്തു. സെയീർമല അവകാശപ്പെടുത്തുന്നതിന് ഞാനത് ഏസാവിന് കൊടുത്തു. എന്നാൽ യാക്കോബും അവൻ്റെ മക്കളും ഈജിപ്തിലേക്ക് ഇറങ്ങിച്ചെന്നു. പിന്നെ ഞാൻ മോശയെയും അഹറോനെയും അയച്ചു. ഞാൻ ഈജിപ്തുകാർക്കിടയിൽ പ്രവർത്തിച്ചതനുസരിച്ച് അതിനെ ഞാൻ ശിക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ പുറത്തു കടത്തിയപ്പോൾ നിങ്ങൾ പോയത് കടലിലേക്കാണ്. അപ്പോൾ ഈജിപ്തുകാർ രഥത്തിലും കുതിരകളിലും നിങ്ങളുടെ പിതാക്കന്മാരെ ചെങ്കടൽ ദിശയിൽ പിന്തുടർന്നു. കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് നിങ്ങൾക്കും ഈജിപ്ത് ഗണത്തിനുമിടയിൽ അന്ധകാരം വിന്യസിച്ചു. അവരുടെ മേൽ അവിടുന്ന് കടലിനെ കൊണ്ടുവരികയും അവരെ മൂടിക്കളയുകയും ചെയ്തു. ഞാൻ ഈജിപ്തിൽ ചെയ്തത് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. പിന്നെ നിങ്ങൾ ഏറെ നാൾ മരുഭൂമിയിൽ വസിച്ചു. അനന്തരം ജോർദാന് മറുകരെ വസിച്ചിരുന്ന അമോറികളുടെ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു. അവർ നിങ്ങളോട് യുദ്ധം ചെയ്തു. എന്നാൽ അവരെ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കി. നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സിപ്പോറിൻ്റെ മകനും മോവാബ് രാജാവുമായ ബാലാക്ക് ഇസ്രായേലിനെതിരെ എഴുന്നേറ്റ് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിക്കുന്നതിന് ബയോറിൻ്റെ മകൻ ബാലാമിനെ അവൻ ആളയച്ചു വിളിച്ചു. എന്നാൽ ബാലാമിനെ ശ്രവിക്കുവാൻ ഞാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല, അവൻ നിങ്ങളെ നന്നായി അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. പിന്നീട് നിങ്ങൾ ജോർദാൻ കടന്ന് ജെറീക്കോയിലേക്ക് എത്തി. അപ്പോൾ ജെറീക്കോ പൗരന്മാരായ അമോരിയ, പെരീസ്യ, കാനാന്യ, ഹിത്യ, ഗിർഗാശ്യ, ഹിവ്യ, ജബൂസ്യഗണം നിങ്ങളോട് യുദ്ധം ചെയ്തു. എന്നാൽ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് മുമ്പേ കടന്നൽ കൂട്ടത്തെ അയച്ചു. അത് അമോരികളുടെ 2 രാജാക്കന്മാരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്തു. അത് നിന്റെ വാളുകൊണ്ടോ നിന്റെ വില്ലുകൊണ്ടോ അല്ലായിരുന്നു. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമി ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾ അവയിൽ താമസമാക്കുകയും ചെയ്തു. നിങ്ങൾ നടാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുകളുമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആകയാൽ ഇപ്പോൾ നിങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും പൂർണ്ണമായും വിശ്വസ്തമായും അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുവിൻ. നദിക്കക്കരെയും ഈജിപ്തിലും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ പുറന്തള്ളി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നത് നിങ്ങളുടെ ദൃഷ്ടികളിൽ മോശമാണെങ്കിൽ ആരെയാണ് സേവിക്കുന്നതെന്ന് ഇന്ന് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുവിൻ. നദിക്കക്കരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയാണോ, അതോ നിങ്ങൾ വസിക്കുന്ന അമോരികളുടെ നാട്ടിലെ അവരുടെ ദേവന്മാരെയാണോ? ഞാനും എൻ്റെ കുടുംബവുമാകട്ടെ കർത്താവിനെ ശുശ്രൂഷിക്കും. അപ്പോൾ ജനം മറുപടിയായി പറഞ്ഞു, കർത്താവിനെ ഉപേക്ഷിച്ച് മറ്റു ദേവന്മാരെ സേവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകാതിരിക്കട്ടെ. തീർച്ചയായും ഞങ്ങളുടെ ദൈവമായ കർത്താവാണ് അടിമകളുടെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും സമുദ്ധരിച്ചവൻ. ഞങ്ങളുടെ കൺമുൻപിൽ ആ മഹത്തായ അടയാളങ്ങൾ പ്രവർത്തിച്ചതും ഞങ്ങൾ സഞ്ചരിച്ച എല്ലാ വഴിയിലും കടന്നുപോയ എല്ലാ ജനങ്ങളുടെയിടയിലും ഞങ്ങളെ സംരക്ഷിച്ചതും അവിടുന്നാണ്. എല്ലാ ജനങ്ങളെയും ദേശത്ത് വസിക്കുന്ന അമോറികളെയും ഞങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവ് നീക്കം ചെയ്തു. ഞങ്ങളും കർത്താവിനെ ശുശ്രൂഷിക്കും, എന്തെന്നാൽ അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. ജോശുവ ജനത്തോട് പറഞ്ഞു, കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്. അവിടുന്ന് അസഹിഷ്ണുവുമായ ദൈവമാണ്. നിങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കുകയില്ല. കാരണം നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിക്കും. അപ്പോൾ അവിടുന്ന് തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ വരുത്തും. മുൻപ് നിങ്ങൾക്ക് നന്മ വരുത്തിയിരുന്ന കർത്താവ് നിങ്ങളെ ഇല്ലായ്മ ചെയ്യും.
ജനം ജോഷുവയോട് പറഞ്ഞു, ഇല്ല, തീർച്ചയായും ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കും. അപ്പോൾ ജോഷുവ പറഞ്ഞു, കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ നിങ്ങൾ അവിടുത്തെ നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾക്കിടയിൽ നിങ്ങളെ തന്നെ സാക്ഷികൾ. അവർ പറഞ്ഞു, ഞങ്ങൾ സാക്ഷികളാണ്. അവൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ പുറന്തള്ളുവിൻ. നിങ്ങളുടെ ഹൃദയം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയുവിൻ. ജനം ജോഷുവയോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ ശുശ്രൂഷിക്കും, അവിടുത്തെ സ്വരം അനുസരിക്കുകയും ചെയ്യും. അങ്ങനെ ശെഖേമിൽ വെച്ച് ജോശുവ അന്ന് ജനത്തിനു വേണ്ടി ഉടമ്പടി ഉണ്ടാക്കുകയും അവർക്കു വേണ്ടി ചട്ടവും ന്യായപ്രമാണവും സ്ഥാപിക്കുകയും ചെയ്തു. ജോശുവ ഈ വാക്കുകൾ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥത്തിലെഴുതി. അവൻ വലിയ ഒരു കല്ലെടുത്ത് അവിടെ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്തിന് സമീപം ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ നാട്ടി. ജോശുവ എല്ലാ ജനത്തോടുമായി പറഞ്ഞു, ഇതാ, ഈ കല്ല് നമുക്കിടയിൽ ഒരു സാക്ഷിയായി തീർന്നിരിക്കുന്നു. എന്തെന്നാൽ കർത്താവ് നമ്മളുമായി സംസാരിച്ച അവിടുത്തെ എല്ലാ വചസ്സുകളും ഇത് ശ്രവിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ നിങ്ങൾ വഞ്ചന കാട്ടാതിരിക്കുവാൻ ഇത് നിങ്ങൾക്കിടയിൽ ഒരു സാക്ഷിയായിരിക്കട്ടെ. അനന്തരം ജോശുവ ജനത്തെയെല്ലാം താന്താങ്ങളുടെ അവകാശത്തിലേക്ക് അയച്ചു. ഇക്കാര്യങ്ങൾക്ക് ശേഷം കർത്തൃദാസനും നൂനിൻ്റെ മകനും 110 വയസ്സുള്ളവനുമായ ജോശുവ മരിച്ചു. ഗാശ്മലയ്ക്ക് വടക്ക് എഫ്രായിം മലയിലുള്ള തിമ്നത്സേറായിൽ അവൻ്റെ അവകാശതിർത്തിയിൽ അവർ അവനെ സംസ്കരിച്ചു. ജോശുവയുടെ കാലം മുഴുവനും കർത്താവ് ഇസ്രായേലിനു വേണ്ടി ചെയ്ത പ്രവൃത്തിയെല്ലാം അറിയാമായിരുന്ന ജോശുവയെ അതിജീവിച്ച ശ്രേഷ്ഠന്മാരുടെ കാലം മുഴുവനും ഇസ്രായേൽ കർത്താവിനെ ശുശ്രൂഷിച്ചു. ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിൻ്റെ അസ്ഥികൾ ഷെക്കേമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് 100 ഗെസീദായിക്ക് യാക്കോബ് വാങ്ങിയ വയൽ പ്രദേശത്ത് സംസ്കരിച്ചു. അത് ജോസഫിയർക്ക് അവകാശമായി തീർന്നു. അഹറോൻ്റെ മകനായ ഏലയാസറും മരിച്ചു. അവൻ്റെ മകനായ ഫിനെഹാസിന് എഫ്രായിം മലയിൽ നൽകപ്പെട്ട ഗിബെയായിൽ അവർ അവനെ സംസ്കരിച്ചു. സുഭാഷിതങ്ങൾ 9-ാം അധ്യായം. ജ്ഞാനത്തിൻ്റെ ക്ഷണിതാക്കൾ. ജ്ഞാനം തൻ്റെ ഭവനം പണിതിരിക്കുന്നു, അതിൻ്റെ 7 തൂണുകൾ ചെത്തിയൊരുക്കിയിരിക്കുന്നു. അവൾ തൻ്റെ മൃഗത്തെ കൊന്ന് പാകം ചെയ്ത് വീഞ്ഞു കൂട്ടിക്കലർത്തി വിരുന്നുമേശ ഒരുക്കിയിരിക്കുന്നു. അവൾ തൻ്റെ ഭൃത്യകളെ അയച്ച് നഗരത്തിൻ്റെ ഉന്നത ശൃംഖങ്ങളിൽ നിന്ന് വിളിച്ചറിയിക്കുന്നു. സരളൻ ആരായാലും അവൻ ഇവിടേക്ക് തിരിയട്ടെ. ബുദ്ധിശൂന്യനായവനോട് അവൾ പറയുന്നു, നിങ്ങൾ വന്ന് എൻ്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കൂട്ടിക്കലർത്തിയ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവിൻ. സരളത വെടിഞ്ഞ് ജീവിക്കുവിൻ, ഉൾക്കാഴ്ചയുടെ വഴിയിൽ പുരോഗമിക്കുവിൻ. പരിഹാസകനെ ശാസിക്കുന്നവൻ സ്വയമേ അപമാനം വരുത്തിവെക്കുന്നു. ദുഷ്ടന് അവൻ്റെ തെറ്റ് തിരുത്തി കൊടുക്കുന്നവനും നിന്നെ വെറുക്കാതിരിക്കുവാൻ പരിഹാസകനെ തിരുത്തരുത്. ജ്ഞാനിക്ക് തിരുത്തൽ നൽകുക, അവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിക്ക് നൽകുക, അവൻ ഉപരിജ്ഞാനിയാകും. നീതിമാന് അറിവ് പകരുക, അവൻ വിദ്യ വർദ്ധിപ്പിക്കും. ജ്ഞാനത്തിൻ്റെ ആരംഭം കർത്തൃഭയമാണ്, വിശുദ്ധരുടെ അറിവാണ് ഉൾക്കാഴ്ച. തീർച്ചയായും ഞാൻ മുഖാന്തരം നിന്റെ ദിനങ്ങൾ പെരുകും, നിനക്ക് ആയുസ്സിൻ്റെ സംവത്സരങ്ങൾ വർദ്ധിക്കും. നീ ജ്ഞാനിയാകുന്നെങ്കിൽ നിനക്കായാണ് ജ്ഞാനിയാകുന്നത്. നീ പരിഹസിക്കുന്നെങ്കിൽ ഫലം വഹിക്കുന്നതും നീ തനിച്ചായിരിക്കും. ബോസത്ത വനിത വായാടിയാണ്, അവൾ സരളയും ഒന്നിനെപ്പറ്റിയും അറിയാത്തവളുമാണ്. അവൾ തൻ്റെ വീട്ടുവാതിൽക്കൽ ഇരുപ്പുറപ്പിക്കുന്നു, നഗരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലെ ഇരിപ്പിടത്തിന്മേൽ തന്നെ. ഇത് തങ്ങളുടെ പാതകൾ നേരെയാക്കിയ വഴിപോക്കരോട് വിളിച്ചു പറയുവാനാണ്. സരളൻ ആര്? അവൻ ഇവിടേക്ക് തിരിയട്ടെ. ബുദ്ധിശൂന്യനോടാകട്ടെ അവൾ പറയുന്നു, മോഷ്ടിക്കപ്പെട്ട വെള്ളം മധുരിക്കും, ഒളിയിടങ്ങളിലെ അപ്പം ആസ്വാദ്യമായിരിക്കും. എന്നാൽ അവിടെ പരേതാരൂപികൾ ഉണ്ടെന്ന് അവൻ അറിയുന്നില്ല. അവളുടെ ക്ഷണിതാക്കൾ പാതാളഗർത്തങ്ങളിലാണെന്നും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ഗലീലിയക്കാരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ യേശുവിനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ?
അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ എല്ലാ ജെറുസലേം നിവാസികളെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അവൻ ഈ ഉപമ പറഞ്ഞു. മുന്തിരിത്തോട്ടത്തിൽ ഒരുവൻ നട്ടുപിടിപ്പിച്ച ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അതിൽ ഫലമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ മുന്തിരിത്തോട്ടക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? മുന്തിരിത്തോട്ടക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാനതിനു ചുറ്റും കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. സാബത്തിൽ അവരൊരു സിനഗോഗിൽ പഠിപ്പിക്കുകയായിരുന്നു. 18 വർഷമായി രോഗത്തിൻ്റെ അരൂപി ബാധിച്ച് നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മുക്തയാക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. യേശു സാബത്തിൽ സുഖപ്പെടുത്തിയതിൽ അമർഷം പൂണ്ട് സിനഗോഗ് അധികാരി ജനക്കൂട്ടത്തോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് സുഖപ്പെട്ടുകൊള്ളുക, സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ തങ്ങളുടെ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ മകളെ സാബത്ത് ദിവസം ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതല്ലെന്നോ? ഇത് കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ വഴിയായി നടന്നിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.